ജി വി ഹരി, ഇന്ന് മറ്റത്തൂരാണ്. ഇന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന ആ ഭരണസമിതി ആരെന്ന് നിശ്ചയിക്കുന്ന ആ വോട്ടെടുപ്പിനിടെ കേരളത്തെ ഏറ്റവും ഞെട്ടിച്ച സംഭവം മറ്റത്തൂരിലാണ്. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ. അവിടെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച 8 കോൺഗ്രസ് പ്രവർത്തകർ, 8 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇന്ന് അവിടെ നിന്ന് കളം മാറുകയുണ്ടായി. BJP-യിലേക്ക് എത്തി. അങ്ങനെ BJP മറ്റത്തൂരിൻ്റെ ഭരണം പിടിക്കുന്ന ഒരവസ്ഥയിലെത്തി. എന്താണ് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചത്? ജനാധിപത്യത്തെ എങ്ങനെയാണ് BJP അട്ടിമറിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നാണ് മറ്റത്തൂരിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാഭാവികമായ മറുപടി പ്രതീക്ഷിച്ചു. കോടികളൊക്കെ കൊടുത്തു കാണുമെന്നൊക്കെയായിരിക്കും താങ്കൾ ഇനി ബാക്കി പറയാൻ പോകുന്നത്. അല്ല നിലിമ, അതാണ് ഞാൻ പറഞ്ഞത്. ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടി അവസരം കൊടുത്ത് മത്സരിച്ച് ജയിച്ചു വന്ന 8 പേരെ വളരെ നിസ്സാരമായി തന്നെ അവർക്ക് എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു കുറച്ചൊക്കെ മുന്നേറ്റം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിൽ BJP തുടങ്ങി വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഉദാഹരണമായിട്ട് നമുക്ക് മറ്റത്തൂരിനെ കാണാം. ശ്രീ ജി വി ഹരി, അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പിടിപ്പുകേട് അതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ പോലും പലയിടത്തും കോൺഗ്രസിന്റെ വികലമായ കാഴ്ചപ്പാടുകൾക്കെതിരെ, നയങ്ങൾക്കെതിരെയാണ് ആളുകൾ ആ പാർട്ടി വിട്ടു പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇന്ന് ദിഗ്വിജയ് സിംഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം വന്നിട്ടുണ്ട്, പ്രസ്താവന വന്നിട്ടുണ്ട്. എങ്ങനെയാണ് BJP-യും RSS-ഉം ഇവിടെ വളരുന്നത്, എങ്ങനെയാണ് ഒരു സംഘടനയായി മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി ദിഗ്വിജയ് സിംഗ് കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് അധ്യക്ഷനടക്കം, ഒരുപക്ഷെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനടക്കം ക്ലാസ് എടുക്കുന്ന സ്ഥിതിയിലേക്ക് ദിഗ്വിജയ് സിംഗ് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു ചെറുപതിപ്പാണല്ലോ നമ്മൾ മറ്റത്തൂരിൽ കാണുന്നത്. അവിടെ വിമത സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ 2 വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയാണ്. അവിടെ അവർ മത്സരിച്ച് വിജയിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച 8 പേരേക്കാൾ ആ സംഘടന പ്രാധാന്യം കൊടുത്തത് വിമത സ്ഥാനാർത്ഥികളായി നിന്ന് 2 പേർക്കാണ്. അതാണ് അവിടെ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. അതായത് നേതൃത്വം കൃത്യമായ നിലപാട് അവിടെ എടുത്തില്ല. പകരം അവിടെ പാർട്ടിക്ക് താല്പര്യമില്ലാത്ത, സംഘടനയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു നിലപാടിലേക്ക് പാർട്ടി മാറിയത് കൊണ്ടാണ് അവർ ഒന്നാകെ, ഒരു പഞ്ചായത്തിലെ കോൺഗ്രസ് ഒന്നാകെ BJP-യിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജി വി ഹരി, അതിനെ സ്വയം വിമർശനാത്മകമായി തന്നെ സമീപിക്കേണ്ടതല്ലേ? നിലിമ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊരു പുതിയ കാര്യമായിട്ട് നിങ്ങൾ കാണണ്ട. ഇതിപ്പോൾ ഒരു സർക്കാർ തന്നെ, നമ്മൾ വിജയിച്ചു വന്നൊരു സർക്കാരിനെ തന്നെ മറിച്ചിടാൻ കെൽപ്പുള്ള പാർട്ടിയായിട്ടാണ് ഇപ്പോൾ കേരളത്തിലും രാജ്യത്തും BJP മാറിയിരിക്കുന്നത് എന്നുള്ളത് ഇതിനു മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലില്ലേ? നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും അവസാനമായി ഹിമാചൽ പ്രദേശിൽ ഒരു മാറ്റം ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. മുംബൈയിൽ നമ്മൾ കണ്ടിട്ടുള്ള, മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് BJP-യെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ BJP ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഓരോ സ്ഥലത്തെയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് പരിശോധിച്ച് നോക്കുക, കണക്കിലെടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോന്ന് കോർപ്പറേഷൻ എടുത്ത് നോക്കാം. 6 കോർപ്പറേഷനുകളിൽ നമ്മൾ 4 സ്ഥലത്ത് വിജയിച്ചു. ആ 4 സ്ഥലത്ത് UDF ആണ് അവിടെ ഭരിക്കുന്നത്. അതോടൊപ്പം മുനിസിപ്പാലിറ്റിയിൽ പരിശോധിച്ച് നോക്കുക. 54 മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 500-ന് മുകളിൽ ഗ്രാമപഞ്ചായത്തുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഏകദേശം 7ഓളം തന്നെ തുല്യം ജില്ലാ പഞ്ചായത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ട് ഇനിയും പിടിപ്പുകേടാണ് എന്ന് നീലിമ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഒരു പ്രതിപക്ഷത്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പാർട്ടി വളരെ ശക്തമായിട്ടുള്ള, ചടുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇനി 4 മാസം കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തിരിച്ച് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. UDF അധികാരത്തിൽ വരും, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിലും വളരെ കൃത്യമായി ചിട്ടയോടുകൂടി ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇനി ഇത് മറ്റത്തൂരെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അത് എന്താണെന്ന് കാരണം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് അന്വേഷിക്കും. അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ ഈ ആളുകളെയൊക്കെ തന്നെ ഇത്തരത്തിൽ പാർട്ടി മാറ്റി കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളാണ്
ശ്രമങ്ങളാണെന്നാണ് അത് അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് BJP ഇത് ചെയ്യുന്നത് കേരളത്തിൽ മറ്റത്തൂർ മാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പല സർക്കാരുകളും നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാരുകളെ തന്നെ മറിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പലരെയും തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് വലിയ അതിശയമൊന്നും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതിനകത്ത് അതിശയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ജനാധിപത്യത്തെ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ ഒരു കാരണവശാലും നല്ലതായിട്ടൊരു കാര്യമില്ല. ഇനി അത് മാത്രമല്ലല്ലോ, ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി എന്താണെന്നുള്ളത് അവർ തന്നെ ആലോചിക്കട്ടെ. അത്രമാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്ന ആളുകളാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും എല്ലാ കാലത്തും വലിയ സംഭാവനകൾ ചെയ്തു കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. അത് ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെ, ആ കാര്യത്തിലൊന്നും സംശയമില്ല. തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ എപ്പോഴും പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് നടപ്പിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനൊന്നും ഒരു സംശയവുമില്ല. അപ്പോൾ മറ്റത്തൂരിലുണ്ടായത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടി എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ GV ഹരി ഇവിടെ പറഞ്ഞു വെക്കുന്നത്.